ഇന്ന് 2025 മാർച്ച് 28 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം ഏതാണ്? വിച്ച് ഈസ് ദ ഫസ്റ്റ് എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ഇൻ കേരള? ഏതാണ്? നാലുചിറ പാലമാണ് കേട്ടോ. നാലുചിറ പാലം ആലപ്പുഴ ജില്ലയിലുള്ള നാലുചിറ പാലമാണ്. എന്താണ് ഈ പാലത്തിന്റെ പ്രത്യേകത? എന്താണ്? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ഇൻ കേരള. ഫസ്റ്റ് എക്സ്ട്രാ ഡോസ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ഇൻ കേരള. നാലുചിറ പാലം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? നാലുചിറയെയും തോട്ടപ്പള്ളിയെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഇനി കുറച്ചുകൂടെ ബ്രോഡായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ബ്രിഡ്ജ് കണക്ട് അമ്പലപ്പുഴ തിരുവല്ല സ്റ്റേറ്റ് ഹൈവേ ടു NH66. സ്റ്റേറ്റ് ഹൈവേനെ NH66 കണക്ട് ചെയ്യുന്നു. നാഷണൽ ഹൈവേ ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഏത് സ്റ്റേറ്റ് ഹൈവേനെ? അമ്പലപ്പുഴ തിരുവല്ല സ്റ്റേറ്റ് ഹൈവേനെ NH66 കണക്ട് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വന്യജീവികളുടെ DNA സാമ്പിളുകൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല ഏതാണ്? പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ്. ഇത് എവിടെയാണ് ഉള്ളത്? വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലാണ് എന്തുള്ളത്? പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ്? ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളെ വന്യജീവികളുടെ DNA സാമ്പിളുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്ന മൃഗശാലയാണ് ഏത്? ഈ പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. ഈ പാർക്കിന് ഡാർജിലിംഗ് മൃഗശാല എന്നും കൂടി ഒരു പേരുണ്ട്. കാരണം അത് ഡാർജിലിംഗിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡാർജിലിംഗ് മൃഗശാല എന്നൊരു പേരും കൂടെ ഇതിനുണ്ട്. ഓക്കെ. Patmaja Naidu Himalayan Zoological Park has become India's first zoo to preserve DNA samples of wildlife found exclusively in snowy regions. ഈ ഒരു സുവോളജിക്കൽ പാർക്കിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സൂ ഇൻ ഇന്ത്യ. ഇനി എങ്ങനെയാണ് ഈ ഒരു സുവോളജിക്കൽ പാർക്കിന് ഈ പേര് വന്നതെന്ന് വെച്ചാൽ അവിടുത്തെ പശ്ചിമ ബംഗാളിന്റെ 4ാമത്തെ ഗവർണറായി സേവനമനുഷ്ഠിച്ച പത്മജ നായിഡുവിന്റെ പേരിലാണ് ഈ ഒരു സുവോളജിക്കൽ പാർക്കിന് ആ ഒരു പേര് വന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, കേരളത്തിലെ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട സമഗ്ര മാർഗരേഖ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരള സെൻട്രൽ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ. എന്താണ്? കേരള സെൻട്രൽ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ. എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ന്യൂസിൽ വന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാനിന് ഇപ്പോഴാണ് നമ്മുടെ ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തത്. ക്യാബിനറ്റ് ഗിവ്സ് നോട്ട് ടു കേരള സെക്ടറൽ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ വിച്ച് ഈസ് എ ഡീറ്റെയിൽഡ് സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ഓൺ സൈബർ സെക്യൂരിറ്റി ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര ഗൈഡ് ലൈൻ ആണ് ഈ ഒരു പ്ലാനിൽ പറയുന്നത്. കേരള സെൻട്രൽ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാനിൽ പറയുന്നത്. ഈ അടുത്താണ് ക്യാബിനറ്റ് ഇതിന് സമ്മതം കൊടുത്തത്. അതുകൊണ്ടാണ് ഇത് ന്യൂസിൽ വന്നത്. 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ കാർഷിക ശാസ്ത്രജ്ഞൻ ആരാണ്? കൃഷ്ണലാൽ ചാതയാണ്. പ്രശസ്ത ഹോർട്ടിക്കൾച്ചർ ശാസ്ത്രജ്ഞനായിരുന്നു ഇദ്ദേഹം. 2012 ഇദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിച്ചിരുന്നു. അവാർഡൊക്കെ ലഭിച്ചുകൊണ്ട് ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, ബെലാറസിന്റെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അലക്സാണ്ടർ ലുക്കാഷെൻകോ ആണ് കേട്ടോ. അലക്സാണ്ടർ ലുക്കാഷെൻകോ. ഇദ്ദേഹം 7ാം തവണയാണ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ആദ്യത്തെ പ്രസിഡന്റും ഇദ്ദേഹം തന്നെയായിരുന്നു. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് പ്രസിഡന്റായിട്ട് തുടരുന്നത്. 7ാം തവണയാണ് ഇദ്ദേഹത്തെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കുന്നത്. ഈസ്റ്റേൺ യൂറോപ്പിലെ ഒരു കൺട്രിയാണ് ബെലാറസ് എന്ന് പറയുന്നത്. 2025 പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് ആരാണ്? സഞ്ജയ് കുമാർ മിശ്രയാണ്. ഇദ്ദേഹം ആരായിരുന്നു മുന്നേ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻ ഡയറക്ടറായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തെ ഇപ്പോൾ എന്തായിട്ട് നിയമിച്ചു? പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് നിയമിച്ചു. കൂർമ്മം എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ്? KG ശങ്കരപ്പിള്ളയാണ് കേട്ടോ. KGS എന്നറിയപ്പെടുന്ന KG ശങ്കരപ്പിള്ളയുടെ കവിതാ സമാഹാരമാണ് കൂർമ്മം എന്ന് പറയുന്നത്. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണ്? സുമിത് റെഡ്ഡിയാണ്. വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ്? പാറ്റ്നയിലുള്ള പാട്ലിപുത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സെപാക് താക്രോ വേൾഡ് കപ്പിന്റെ വേദി എന്ന് പറയുന്നത്. ബീഹാറിലാണ് ഇത് വരുന്നത്. സെപാക് താക്രോ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ബുക്കാബുൾ, കിക്ക് വോളിബോൾ, ഫുട് വോളിബോൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഗെയിമാണ് എന്ത്? സെപാക് താക്രോ എന്ന് പറയുന്നത്. ബാഡ്മിന്റൺ കോർട്ടിന് സമാനമായ ഒരു കോർട്ടിൽ 2 or 4 കളിക്കാരുടെ 2 ടീമുകൾക്കിടയിൽ റാട്ടൺ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഒരു പന്ത് ഉപയോഗിച്ചാണ് ഇത് കളിക്കുന്നത്. ഏത്? സെപാക് താക്രോ. ഈ സെപാക് താക്രോ വേൾഡ് കപ്പ് എവിടെയാണ് നടക്കാൻ പോകുന്നത്? പാറ്റ്ന, ബീഹാർ. പാറ്റ്നയിലെ പാട്ലിപുത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഇത് നടക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം,
അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ താരം ആരാണ്? ഈ ഒരു റെക്കോർഡ് നേടിയ താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. അടുത്ത ചോദ്യം, 2025 50-ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തി ആരാണ്? നമുക്കറിയാം, വയലാർ രാമവർമ്മയാണ്. 1975 ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ 50-ാം ചരമവാർഷികമാണ് 2025 ആചരിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ കൃതികളൊക്കെ ചോദിക്കാറുണ്ടല്ലോ. ഈ കൃതികളൊക്കെ ചോദിക്കുന്നത് കൂടുതലും ഇതുപോലെ റീസെൻ്റ് ആയിട്ട് മരണപ്പെട്ടതോ അല്ലെങ്കിൽ ചരമവാർഷികം ഇതുപോലെ 50, 100 അങ്ങനത്തെ ചരമവാർഷികങ്ങളൊക്കെ ആഘോഷിക്കുന്ന ആൾക്കാരുടെയൊക്കെ കൃതികളാണ് നമുക്ക് കൂടുതലായിട്ടും ചോദിക്കാറ്, ആ റീസെൻ്റ് ആയിട്ട് വരുന്ന എക്സാംസിൽ ചോദിക്കാറ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ്? പാദമുദ്രകൾ, ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതിയാണ് പാദമുദ്രകൾ എന്ന് പറയുന്നത്. കൊന്തയും പൂണൂലും, എനിക്ക് മരണമില്ല, മുളങ്കാട്, ഒരു യൂദാസ് ജനിക്കുന്നു, എൻ്റെ മാറ്റൊലി കവിതകൾ, സർഗസംഗീതം, രാവണപുത്രി, അശ്വമേധം, സത്യത്തിനെത്ര വയസ്സായി, താടക, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കവിതകളാണ്. ഇത് കൂടാതെ അദ്ദേഹം ഖണ്ഡകാവ്യങ്ങളും രചിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആയിഷ, തെരഞ്ഞെടുത്ത ഗാനങ്ങൾ, എൻ്റെ ചലച്ചിത്ര ഗാനങ്ങൾ 6 ഭാഗങ്ങളിൽ, കഥകൾ, രക്തം കലർന്ന മണ്ണ്, വെട്ടും തിരുത്തും, ഉപന്യാസങ്ങൾ, പുരുഷാന്തരങ്ങളിലൂടെ, റോസാദളങ്ങളും കുപ്പിച്ചില്ലുകളും, ഇതൊക്കെ എന്താണ്? അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യങ്ങളാണ്. ഓക്കെ. തൂലിക പടവാളാക്കിയ കവി എന്ന വീക്ഷണമുള്ള കവിയായിരുന്നു ആര്? വയലാർ രാമവർമ്മ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, ഇദ്ദേഹത്തിന്റെ പേരിൽ കൊടുക്കുന്ന പ്രശസ്തമായ വലിയൊരു പുരസ്കാരമാണ് എന്ത്? വയലാർ പുരസ്കാരം എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് ലഭിച്ചത് അഗ്നിസാക്ഷി എന്ന കൃതിക്ക് 1977 ലളിതാംബിക അന്തർജനത്തിനാണ്. ഏറ്റവും ലാസ്റ്റ് കിട്ടിയത് അശോകൻ ചെരുവിൽ അദ്ദേഹത്തിന്റെ നോവലായ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് 2024 കിട്ടിയത്. അത് എത്രാമത്തെ വയലാർ പുരസ്കാരമാണ്? 48ാമത്തെ വയലാർ പുരസ്കാരമാണ്. ഓക്കെ, താങ്ക് യു.